നമുക്കൊപ്പം ഇവരുടെ കലാകാരികളുടെയും കലാകാരന്മാരുടെയും പ്രതിനിധിയായി സർക്കാരിന് ഒരു അപേക്ഷ സമർപ്പിച്ച ഒരാൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകാരി രശ്മിയാണ് ഈ വിഷയം. ഒരു ദിവസം ഞാൻ രാത്രിയിൽ ഇങ്ങനെ ട്രെയിൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് താങ്കളുമായിട്ടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ രശ്മി പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഓണം വാരാഘോഷം വേണ്ട എന്ന് സർക്കാർ വെച്ചപ്പോൾ ഇതിനെ മാത്രം ഉപജീവിച്ച് കഴിയുന്ന കുറേ കലാകാരന്മാരുണ്ട്. ഉദ്ദേശിച്ചത് വലിയ സിംഫണി ഓർക്കസ്ട്ര പോലെയുള്ള വലിയ ഓർക്കസ്ട്ര ഗ്രൂപ്പുകളൊന്നുമല്ല, സാധാരണക്കാരായിട്ടുള്ള കലാകാരന്മാർ. ആ കലാകാരന്മാരുടെ ഉപജീവനമാണ് ഇത്തരം ആഘോഷങ്ങൾ. അത് വേണ്ട എന്ന് വയ്ക്കുമ്പോൾ അത് അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ കലാകാരന്മാർക്ക് വന്ന് പെർഫോം ചെയ്യാനും അവർക്ക് അവിടെ ജനങ്ങളെ അല്പം എൻ്റർടൈൻ ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കണമെന്നാണ് രശ്മി ആവശ്യപ്പെട്ടത്. രശ്മി നമുക്കൊപ്പം തത്സമയം ചേരുന്നു. രശ്മി, വെരി ഗുഡ് മോർണിംഗ്. രശ്മി സംസാരിക്കുന്നതിന് മുമ്പ് പ്രേക്ഷകർക്ക് കേൾക്കേണ്ടത് പാട്ടായിരിക്കും. ഈ ഒരു ഘട്ടത്തിൽ രശ്മിക്ക് പാടാൻ തോന്നുന്ന ഒരു പാട്ടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. രശ്മി, ഓക്കെ. ഈ ഒരു ഘട്ടത്തിൽ പാടാൻ തോന്നുന്ന പാട്ട്. പലരും നമ്മളെ മക്കാറാക്കണ്, പറയും ഞാനാ ഹക്ക്. പലരും നമ്മളെ പിരാന്തനാക്കണ്, തുടരും ഞാനീ പോക്ക്. പലരും നമ്മളെ മക്കാറാക്കണ്, പറയും ഞാനാ ഹക്ക്. പട്ടാപ്പകല് ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ, മനുഷ്യനെ തേടി നടന്നു. ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷെ മനുഷ്യനെ കണ്ടില്ല ഞാൻ, മനുഷ്യനെ കണ്ടില്ല. പട്ടാപ്പകല് ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ, മനുഷ്യനെ തേടി നടന്നു. ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷെ മനുഷ്യനെ കണ്ടില്ല ഞാൻ, മനുഷ്യനെ കണ്ടില്ല. രശ്മി, ആ പാട്ട് പാടിയതേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിലാണോ എന്നൊരു സംശയം. അല്ല, എല്ലാ പശ്ചാത്തലത്തിലും കൂടെയാണ്. വളരെ കൃത്യമായിട്ട് ഈ പാട്ട് വളരെ കാലഘട്ടം മുമ്പ് കെ ഇ അബൂബക്കർ എഴുതിയ സാധനമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു പല കാര്യങ്ങളും അഡ്രസ് ചെയ്യാൻ വേണ്ടി രശ്മി ഈ പാട്ട് ഭയങ്കര ആപ്റ്റാണ്. എനിക്ക് ഇത് പാടാൻ തോന്നി. ശരിയാ, അതെ, തീർച്ചയായിട്ടും കാലഘട്ടത്തിന് പറ്റിയ പാട്ടാണ്. ഈ ഡയോജിനസ് എന്ന് പറയുന്ന ഒരു ഫിലോസഫർ ഉണ്ടായിരുന്നു ഗ്രീസിൽ, പണ്ടത്തെ ഏഥൻസിൽ. അപ്പോൾ ഈ ഡയോജിനസ് ആണ് ഈ പകൽ വെളിച്ചവുമായിട്ട് നടന്നിട്ട് സത്യസന്ധനായ മനുഷ്യനുണ്ടോ എന്ന് ചോദിക്കും പ്രാന്തലുമായിട്ട്. ഡയോജിനസിനെ അന്ന് മനുഷ്യരാരും പ്രാന്തനെന്ന് വിളിച്ചില്ല കേട്ടോ, അദ്ദേഹത്തെ ഫിലോസഫർ എന്നാണ് വിളിച്ചത്. ഇന്ന് ഏതെങ്കിലും മനുഷ്യൻ മിഠായി തെരുവിലൂടെ ഇത് ചോദിച്ചുകൊണ്ട് നടന്ന അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് നമ്മുടെ കാലത്തിൻ്റെ അവസ്ഥ. ഡയോജിനസിനെ കുറിച്ച് കൂടിയാണ് രശ്മി പാടിയത്. അപ്പോൾ രശ്മി, നമ്മൾ വിഷയത്തിലേക്ക് എത്തിയാൽ ഓണം വേണം എന്നാണ് കോഴിക്കോട്ടുകാർ പറയുന്നത്, കുട്ടനാട്ടുകാർ പറയുന്നത്, തിരുവനന്തപുരത്തുകാർ പറയുന്നത്, തൃശ്ശൂരുകാർ പറയുന്നത്. കേരളം മൊത്തം ഓണാഘോഷം വേണ്ട എന്ന് വെച്ച സർക്കാർ പരിപാടി പിൻവലിക്കണം, ഈ ചെറിയ രീതിയിലെങ്കിലും ഓണാഘോഷം വേണം. സർക്കാർ കൊടുത്തൊരു മെസ്സേജ് തെറ്റായിട്ട് സമൂഹത്തിൽ പടർന്നിരിക്കുന്നു. അത് കച്ചവടക്കാർക്കും പ്രശ്നമാണ്, നമ്മുടെ കൂടെയുള്ള കലാകാരന്മാർക്കും പ്രശ്നമാണ്, അല്ലേ രശ്മി? തീർച്ചയായിട്ടും ഇതിന്റെ ഭാഗമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു ഉത്തരവ് വന്നതിന്റെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുകയുണ്ടായി, ആപ്ലിക്കേഷൻ സമർപ്പിക്കുകയുണ്ടായി. വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ഈ കാര്യത്തിന് കേട്ടതും മറുപടി പറഞ്ഞതും ഒക്കെ. പക്ഷെ നമുക്ക് ഇവിടെ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ കലാകാരന്മാരിൽ സർക്കാരിൻ്റെ വാരാഘോഷമാണ് കലാകാരന്മാരുടെ ഓണം. അപ്പോൾ അരുൺ ഒരുപാട് സെക്ടറിൽ നിന്നുള്ള മനുഷ്യന്മാരുമായിട്ട് സംസാരിച്ചു. അതിലൊരു ചെറിയ സെക്ടറിൽ നിന്നുള്ള കലാകാരന്മാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ബാക്കി ആരെയും നെഗ്ലക്റ്റ് ചെയ്യുന്നതല്ല, അവർക്ക് വേണ്ടിയിട്ടൊരു അവരുടെ പക്ഷത്തിൽ നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഈ കലാകാരന്മാരുടെ ശരിക്കും പറഞ്ഞാൽ ഓണം വാരാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന 80% കലാകാരന്മാരും വളരെ ചെറിയ വരുമാനം മാത്രമാണ്, റെമ്യൂണറേഷൻ മാത്രമാണ് അതിൽ നിന്ന് ഉൾക്കൊള്ളുന്നത്. ബാക്കി വരുന്ന 20% മാത്രമാണ് വളരെ കൃത്യമായിട്ട് വേറെ തരത്തിൽ വലിയ ഒരു റെമ്യൂണറേഷൻ കൈപ്പറ്റുന്ന കലാകാരന്മാർ. അപ്പോൾ സർക്കാരിൻ്റെ അടുത്ത് തീർച്ചയായും വയനാടിൻ്റെ ഒരു സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിൽ നടന്നത്. ആ ദുരന്ത നിവാരണത്തിൻ്റെ ഭാഗമായിട്ട് ആ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന പോലെ ഈ നാടാകെ ആ മനുഷ്യരെ ചേർത്ത് പിടിക്കുകയാണ് സർക്കാരും. ബാക്കിയുള്ള എല്ലാ മനുഷ്യരും ചേർന്ന് അവരെ ചേർത്ത് പിടിക്കുകയാണ്. അപ്പോൾ
ആ മനുഷ്യരെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട, നമുക്കൊരു മനുഷ്യനെ ഒഴിവാക്കാൻ കഴിയില്ലല്ലോ. കുറച്ച് മുന്നേ സംസാരിച്ച വള്ളംകളിക്കാരാണെങ്കിലും കച്ചവടക്കാരാണെങ്കിലും ഒരുപാട് മേഖലയിലെ മനുഷ്യരുണ്ടാകും. അവരെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ 80% വരുന്ന ചെറിയ തുകകൾ വാങ്ങി സർക്കാരിൻ്റെ എല്ലാ ജില്ലാ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഓണം വാരാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നത്. ബാക്കിയുള്ള 20% മാറ്റി നിർത്തിയാൽ അവർക്ക് ഈ ഒരു വർഷം ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന പരിപാടി ഇല്ലെങ്കിലും ബാലൻസ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളവരെ കാണാതിരിക്കരുത്, അവരെ പങ്കെടുപ്പിച്ച് മറ്റുള്ള വേണമെങ്കിൽ എക്സ്ട്രാ വരുന്ന ആഡംബരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ലളിതമായ രീതിയിൽ അവരെ ഉൾക്കൊള്ളിച്ച് ഈ പരിപാടികൾ നടത്തണമെന്നാണ്. കാരണം അത്തരം ആൾക്കാരെ ചേർത്ത് പിടിക്കേണ്ട, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഓണം എന്ന് പറയുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെയോ രാഷ്ട്രീയ വിഭാഗത്തിൻ്റെയോ ഒന്നുമല്ല, എല്ലാവരുടെയാണ്. അപ്പോൾ ആ ഓണം എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കുള്ള ആ മനുഷ്യരുടെ ഉറ്റുനോക്കുന്ന ഒരു വരുമാന മാർഗം കൂടിയാണ്. അത് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ മാനസികമായി ശരിയാണ്. തീർച്ചയായിട്ടും രശ്മി സംസാരിച്ച കലാകാരന്മാർ നമുക്കൊപ്പമുണ്ട്. അവരുടെ